ينصر علينا ما دعا لله داع. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നാദാപുരത്തു ഹുസൈൻ സലഫി വന്നു പ്രസംഗിച്ച പ്രസംഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് 2 ദിവസം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ CD ഇറങ്ങിയിട്ടില്ലാത്തതിനാലും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നമുക്ക് അത് പിടിച്ചെടുക്കാൻ അവർ അനുവദിക്കാത്തതിനാലും അദ്ദേഹത്തിന്റെ പ്രസംഗ CD-യിൽ കാണുന്ന പല വിഷയങ്ങൾക്കും അന്ന് മറുപടി പറയാൻ സമയം ലഭിച്ചിട്ടില്ലാത്തതിനാലും അന്ന് തന്നെ കുറെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് പിന്നീട് പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് അത്യാവശ്യമായി പറയേണ്ട ചില കാര്യങ്ങൾ മറ്റു ചില വേദികളിൽ സന്ദർഭം ലഭിച്ചപ്പോൾ പറയുകയും അത് നമ്മുടെ മറുപടി CD-യിൽ ചില ഭാഗങ്ങളിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും കുറെ കാര്യങ്ങൾ കൂടി അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഭാഗങ്ങൾക്ക് അതിന്റെ നിജസ്ഥിതിയും യാഥാർത്ഥ്യവും
അദ്ദേഹത്തിന്റെ സീഡി കേട്ട് ജനങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം ചില വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതും ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നതും എന്ന് ആമുഖമായി ഉണർത്തും. ഇത് അല്ലാഹുവിന്റെ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ആ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ ദുഷ്പ്രചരണങ്ങൾ കേട്ട് സാധാരണക്കാർ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ദീനീ ദഅവത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കുകയും പറയുന്ന വിഷയങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. സാധാരണ മുജാഹിദ് മൗലവിമാർ അവർ സത്യം പറയുക എന്നത് വളരെ വിരളമാണ്. എന്നാൽ ഹുസൈൻ സലഫി സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. അദ്ദേഹം നുണകൾ മാത്രമേ പറയൂ. ഇടക്കിടക്ക് അദ്ദേഹം പറയും നുണ കണ്ടോ എന്ന് പറയുകയും ചെയ്യും. നുണ കണ്ടോ അയാൾ പറയുന്ന നുണയെ സംബന്ധിച്ച് തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ തലയിൽ വെച്ച് വെട്ടുന്ന രൂപത്തിലാണ് അദ്ദേഹം പറയുക എന്ന് മാത്രം. ഞാൻ വിഷയത്തിലേക്ക് കടന്നു. പ്രധാനമായി ഇന്ന് സംസാരിക്കുന്ന വിഷയം സലാത്തിന്റെ ഗുണങ്ങൾ, സലഫിയുടെ നുണകൾ എന്നതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. നമുക്കറിയാം, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ലോകപ്രശസ്തമായ ഫതഹുൽ മുഈൻ എഴുതിയപ്പോൾ അതിന്റെ തുടക്കത്തിൽ മഹാനവറുകൾ പറഞ്ഞത് തന്നെ സല്ലല്ലാഹു വസല്ലമ അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ അംജാദ് സ്വലാത്തൻ വസലാമൻ അഫൂസു ബിഹിമാ യൗമൽ മആദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ കുടുംബങ്ങളുടെയും അനുയായികളുടെയും പേരിൽ അല്ലാഹു മഹത്തായ അനുഗ്രഹം നൽകുകയും അല്ലാഹു സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. അഫൂസു ബിഹിമാ, എങ്ങനെയുള്ള സ്വലാത്തും സലാമുമാണ് അല്ലാഹു അവർക്ക് നൽകേണ്ടത്? ആ സ്വലാത്തും സലാമും മുഖേന അല്ലാഹു മഹത്തായ ആദരപൂർവമുള്ള ആ ഗുണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും ചെയ്യുന്നതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സമാധാനം മുഖേന നബി തങ്ങൾക്ക് അല്ലാഹു ചെയ്യുന്ന മഹത്തായ ആദരപൂർവമുള്ള അനുഗ്രഹം മുഖേന ഞാൻ വിജയിക്കും യൗമൽ മആദ്, അന്ത്യദിനത്തിൽ എല്ലാവരെയും മടക്കപ്പെടുന്ന ദിവസത്തിൽ. അപ്പൊ അന്ത്യനാളിൽ വിജയം കൈവരിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹം മുഖേന എനിക്ക് സാധിക്കുമാറ് ആ രൂപത്തിലുള്ള മഹത്തായ അനുഗ്രഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇതെന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ വിജയത്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം സ്വലാത്ത് ചൊല്ലുന്നത്. നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ, നാം സലാം ചൊല്ലിയില്ലെങ്കിൽ അവിടുത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല, അവിടുന്ന് ഒരു കുറവും സംഭവിക്കാനില്ല. അവിടുത്തേക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരപൂർവം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ
ഇന്നേ വരെ പഠിപ്പിച്ചതും മുസ്ലിം ലോകം മനസ്സിലാക്കിയതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് നബി തങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രക്ഷാപ്രാർത്ഥന അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി, അവിടുത്തെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു കാരുണ്യ പ്രാർത്ഥന നടത്തൽ അല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന അങ്ങേയറ്റത്തെ ആദരവാണ്, വലിയ ബഹുമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്. ഇങ്ങനെയാണ് മുസ്ലിം ലോകം അതിനെ മനസ്സിലാക്കിയത്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാനവർകൾ ഒരു ചോദ്യവും മറുപടിയും കൊടുത്തത് കാണാം. എന്താണ് ചോദ്യവും മറുപടിയും? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബിയ്യ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നു, സ്വലാത്ത് ചെയ്യുന്നു. ഈ ആയത്തിന് ഒരുപാട് തഫ്സീറുകൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ആദരപൂർവമുള്ള അനുഗ്രഹം നൽകുന്നു. അതാണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ അർത്ഥം, അസ്സലാത്തുൽ അർറഹ്മത്തുൽ മഖറൂനത്തു ബിത്തഅലീം. ആദരവിനോടനുബന്ധിച്ച അനുഗ്രഹത്തിനാണ് അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുന്നത്. അതുപോലെ സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾക്കിടയിൽ പ്രശംസിക്കുകയാണ്. അങ്ങനെയും അതിനർത്ഥമുണ്ട്. അതും ആദരവിന്റെ ബഹുമാനത്തിന്റെ ഒരു ഭാഗമാണ്. ഇരിക്കട്ടെ, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചുകൊണ്ട് പ്രശംസിക്കുന്നു, ആദരിച്ചുകൊണ്ട് ഗുണം ചെയ്യുന്നു. മലക്കുകൾ ആദരവോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അല്ലാഹു വ്യക്തമായി പറഞ്ഞല്ലോ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വലാത്തുണ്ടെന്നുറപ്പാണ്, മലക്കുകളെ സ്വലാത്തുണ്ടെന്നുറപ്പാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദരവോടെയുള്ള അനുഗ്രഹം നൽകണേ, സ്വലാത്ത് നൽകണേ, സലാം നൽകണേ, സമാധാനം നൽകണേ എന്ന് പറയുന്നത് എന്തിനാണ് എന്നതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യം. ഇദാ സല്ലല്ലാഹു വ മലായികതുഹു അലൈഹി ഫഅയ്യു ഹാജത്തിൻ ഇലാ സലാത്തിനാ, അള്ളയും മലക്കുകളും സലാത്ത് നിർവഹിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മളെ സലാത്തിന്റെ ആവശ്യം എന്താണ്? ഈ ചോദ്യത്തിന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ മറുപടി പറയുകയാണ്. നഖൂലു, നമ്മളതിന് മറുപടി പറയുന്നു, അസ്സലാത്തു അലൈഹി ലൈസ ലിഹാജത്തിഹി ഇലൈഹാ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അല്ല, നബിക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ടായിട്ടല്ല. وإلا فلا حاجة إلى صلاة الملائكة مع صلاة الله عليه. അതുപോലെ അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദരവോടെ റഹ്മത്ത് ചെയ്യുമ്പോ പിന്നെ മലക്കുകളെ സലാത്തും വാസ്തവത്തിൽ ആവശ്യമില്ല. പടച്ചവന്റെ സലാത്ത് തന്നെ ധാരാളമാണല്ലോ. പിന്നെ എന്തിനാ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നത്? നമ്മൾ എന്തിനാ സ്വലാത്ത് ചൊല്ലുന്നത്? വഇന്നമാ ഹുവ ലിഇദ്ഹാരി തഅദീമിഹി. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാനുള്ള ഏർപ്പാടാണ്.
സ്വലാത്ത് മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചോളണം. സർവ്വ സൃഷ്ടികളും സർവ്വ മുഅ്മിനീങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കണം. ഏതുപോലെ ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു, കമാ അന്നല്ലാഹ തആല ഔജബ അലൈനാ ദിക്റ നഫ്സിഹി വലാ ഹാജത ലഹു ഇലൈഹി. അല്ലാഹുവിനെ പ്രശംസിക്കണം, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണം, അല്ലാഹുവിനെ സ്മരിക്കണം എന്ന് പടച്ചവൻ നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ. അത് അല്ലാഹ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലല്ലോ, മറിച്ച് അല്ലാഹുവിനെ ബഹുമാനിക്കുക എന്നതാണ് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക എന്ന് പറയുന്നത്. ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് അതാ അവിടുന്ന് പറയുന്നു, വഇന്നമാ ഹുവ ലിഇദ്ഹാരി തഅദീമിഹി മിന്നാ ശഫഖതൻ അലൈനാ ലിയുസീബനാ അലൈഹി. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നത് ആ ദിക്റിന്റെ ആവശ്യം അല്ലാഹ്ക്കുള്ളതിന് വേണ്ടിയല്ല, മറിച്ച് പടച്ചവൻ നമുക്ക് ചെയ്യുന്ന നമ്മോടുള്ള അവന്റെ അലിവാണ്, അവന്റെ ദയാണ്, അവന്റെ സ്നേഹമാണ്. നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലിയിട്ട് എന്റെ പ്രതിഫലം വാങ്ങിക്കോളൂ. ഇതുപോലെ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലി നിങ്ങൾ എന്റെ പ്രതിഫലവും എന്റെ അനുഗ്രഹവും എന്റെ ഗുണവും എന്റെ നന്മയും അതാ നിങ്ങൾ സമ്പാദിച്ചോളൂ എന്നതാണ് സ്വലാത്ത് കൊണ്ടുള്ള കൽപ്പനയുടെ ഉദ്ദേശം. അല്ലാതെ നബിക്ക് നമ്മുടെ സ്വലാത്ത് ആവശ്യമുള്ളത് കൊണ്ടല്ല. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന് തെളിവും പറയുന്ന വലിഹാദാ ഖാല അലൈഹിസ്സലാം. ഇതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ സല്ലാ അലയ്യ മർറതൻ സല്ലല്ലാഹു അലൈഹി അസ്റാ. എന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു തവണ ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അസ്റാ 10 ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങ് രക്ഷപ്പെട്ടു പോകട്ടെ നമ്മളെ പ്രാർത്ഥന കൊണ്ട് എന്ന നിലക്കല്ല. ഇത് എല്ലാ പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ലോക മുസ്ലിംകൾ വിശ്വസിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ മുജാഹിദിന്റെ മൗലവിമാര് ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുക, നബിയെ തരം താഴ്ത്തുക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നത് പരമാവധി കുറക്കാൻ ശ്രമിക്കുക എന്നതാണ് അവരുടെ നയം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്ന ഒരു പ്രയോഗവും ഒരു വാചകവും സ്വലാത്തിലോ അല്ലാതെയോ ഉണ്ടാകുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നത് വസ്തുതയാണ്. ഇക്കാരണത്താൽ പരമാവധി സ്വലാത്ത് മുടക്കാൻ, സ്വലാത്ത് നിർത്തൽ ചെയ്യാൻ, സ്വലാത്തിന്റെ സദസ്സ് മുടക്കാൻ, സ്വലാത്തിന്റെ മജ്ലിസുകളെ കുറ്റം പറയാൻ, സ്വലാത്ത് ഇല്ലാതെയാക്കാൻ എങ്ങനെ സാധിക്കുമോ അതിനൊക്കെ എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ നടത്താൻ സാധിക്കുമോ അത് ചെയ്യുന്നതാണ് മുജാഹിദ് മൗലവിമാരുടെ പതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്ത്, അതിന് എന്തൊക്കെ നിലക്ക് അത് മുടക്കാൻ കഴിയോ, അതിന് ഏത് സ്വലാത്ത് എവിടെ ചെല്ലുന്നുണ്ടോ അതൊക്കെ എങ്ങനെ മുടക്കാൻ കഴിയും, അതാണ് മൗലവിമാരുടെ ചിന്ത. കേട്ടോളൂ, മൗലവിമാരുടെ ഏറ്റവും വലിയ നേതാവ് ഓരോറ്റ രോമം അയാൾക്ക് നിരക്കാൻ ബാക്കിയില്ല, AP അബ്ദുൽ ഖാദർ മൗലവി. ഞാൻ പറഞ്ഞ അർത്ഥം അത്രയും പ്രായമുണ്ട്. നരക്കൽ തെറ്റായതുകൊണ്ടല്ല, എനിക്കും നരച്ചിട്ടുണ്ട് കുറെ, എല്ലാവർക്കും നരക്കും. പക്ഷേ ഇപ്പോഴും അയാൾ വയസ്സായിട്ടും അയാളെ കുരുത്തക്കേട് നിർത്തിയിട്ടില്ല. അതാണ് അദ്ദേഹം നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് പറയുന്നത്. കേട്ടോളി, ഒന്ന് വെച്ചെടുത്തവനെ. നാരിയ എന്ന് പറഞ്ഞ സലാത്തുണ്ടല്ലോ, വലിയ സംഗതി തന്നെയാണ്. നരകത്തിൽ കടക്കണ സലാത്ത് എന്നാണ് വേണമെങ്കിൽ അതിന് പറയാവുന്ന അർത്ഥം.
അതിനൊരു അർത്ഥം കിട്ടി. ഇതിനെ വിമർശിക്കുന്ന ഈ മൗലവിയൊക്കെ നരകത്ത് കിടക്കാൻ കാരണമാകുന്ന സലാത്താണ്. ഏതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് അബൂജഹലൊക്കെ നരകത്ത് കിടക്കുമല്ലോ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കാത്തത് കൊണ്ട് അബൂജഹലും കക്ഷികളും നരകത്ത് കിടക്കുന്നത് പോലെ സ്വലാത്തിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് ഈ മൗലവിയെ പോലത്തെ ആൾക്കാരെ നരകത്ത് കിടക്കാൻ ഒരു പക്ഷേ കാരണമായേക്കും. അതില്ലാതെ നമ്മൾ പറയുന്നില്ല. സെലഫിനെ കൊണ്ട് നമ്മള് വ്യക്തമായി പറയിപ്പിക്കുന്നത് കേട്ടോളി. അതെന്ന് വെച്ചുകൊടുത്താണ് സ്വലാത്ത് ചൊല്ലുന്നത് അത് നിർബന്ധം തന്നെ. അതാരെങ്കിലും നിഷേധിച്ചാൽ നാല ജഹീമാ, കത്തിയാളുന്ന നരകത്തിയിലാണ് അവന് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതിനെ നിഷേധിച്ച കത്തിയാളുന്ന നരകത്തിയാണ് കിട്ടാൻ പോകുന്നത്. മൗലവിന്റെ നാവ് ഡേത്തടിച്ചതാണത്. നാല ജഹീമാ, അതാ ഞാൻ പറഞ്ഞത്. AP അബ്ദുൽ ഖാദർ മൗലവിക്കൊക്കെ റെഡിയാണ്. നാല ജഹീമാ, ജഹീമിനെത്തിക്കും. ഇവർക്കൊരു വാദം. എന്താ വാദോ? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരിക്കലും ചൊല്ലി, യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർദും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു കഫാകുദു മിൻ അദീമിൽ ഖദ്രി അന്നകും മൻ ലം യുസല്ലി അലൈക്കും ലാ സലാത ലഹു. അഹ്ലു ബൈത്തുകാരെ, നിങ്ങളെ സ്നേഹിക്കൽ ഫർളാണെന്ന് അല്ലാഹു ഖുർആനിൽ ഇറക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഉന്നത മഹത്വത്തിന് തെളിവായി നിങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാത്തവന് നിസ്കാരമില്ല എന്നത് മാത്രം മതിയാകുന്നതാണ്. ഇതിനെപ്പറ്റി അൽമനാർ പറയാണ്, ഇതെല്ലാം ഇമാം ഷാഫിയുടെ പേരിൽ ഷിയാക്കൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ച കവിതകളാണ്. ഷാഫി ഇമാമ് അങ്ങനെ നബിന്റെ കുടുംബത്തിന് സലാത്ത് ചൊല്ലൽ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മൗലവിനെ കൊണ്ട് നമ്മൾ നാദാവൃന്ന് എത്തകിരിക്കുന്ന അൽമനകളിൽ പറഞ്ഞതിന് വിരുദ്ധമായി മൗലവി പറയുന്നു, നബിയുടെയും കുടുംബത്തിന്റെയും പേരിൽ സലാത്ത് നിർബന്ധമാണ്. റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്, അവിടുത്തെ കുടുംബത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത് അത് നിർബന്ധം തന്നെ. അതാരെങ്കിലും നിഷേധിച്ചാൽ നാല ജഹീമാ, കത്തിയാളുന്ന നരകത്തിയിലാണ് അവന് കിട്ടാൻ പോകുന്നത്. നരകത്തിയാണ് കിട്ടാൻ പോകുന്നത്. അൽമനാറ് വായിക്കുന്നവരും അംഗീകരിക്കുന്നവർക്ക് എന്താ കിട്ടുകയെന്ന് മൗലവിന്റെ നാവ് കൊണ്ട് ഏത്തടിച്ചതാണത്. നാറിൽ എന്ന് പറഞ്ഞാൽ നരകമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ എത്ര നാറുന്നുണ്ട്? അവിടൊക്കെ നരകമെന്ന് അർത്ഥം. ഔ അജിദു അലൻ നാരി ഹുദൻ എന്ന് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം. നാറിന്റെ അടുക്കൽ ഞാൻ സന്മാർഗം കാണിക്കുന്നവനെ എത്തിച്ചേക്കും. നരകത്തിന്റെ അടുക്കൽ എന്നാണ് അവിടെ അർത്ഥം. അതുപോലെ എത്ര സ്ഥലമുണ്ട്? വാസ്തവത്തിൽ വലിയ ഫലമുള്ള സ്വലാത്ത് എന്ന നിലക്ക് അതിന് നാരിയ സ്വലാത്ത് എന്ന് മറ്റൊരു നിലക്കാണ് പേര് വന്നിട്ടുള്ളത്. ഏത് ആളുകൾക്കും അറിയാം. പക്ഷേ മൗലവിമാരൊരു പുതിയ മതമുണ്ടാക്കി. അതെന്താ? 7 വിധത്തിൽ മാത്രമേ സലാത്ത് ചെല്ലാൻ പാടുള്ളൂ. ഒരു പുതിയ മതം. 7 വാചകങ്ങളിലേ സലാത്ത് ചെല്ലാൻ പാടുള്ളൂ. നാരിയത്ത് സ്വലാത്ത്, ആളമു സ്വലാത്ത്, താജു സ്വലാത്ത്, അതൊന്നും ഈ 7 വാചകമല്ല. ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതനും പറയാത്ത ഒരു മതം. 7 വാചകം. എന്നിട്ടോ ആ 7 വാചകത്തിൽ പെടാത്ത വാചകങ്ങൾ നാരിയത്ത് സ്വലാത്തിലുണ്ട്, താജു സ്വലാത്തിലുണ്ട്. എന്താ ഉള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിക്കുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്ന വാചകങ്ങളുണ്ട്. ആ നബിയെ പുകഴ്ത്തുന്നതാണല്ലോ മൗലവിമാർക്ക് തീരെ പറ്റാത്തത്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا മുഹമ്മദ്, ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ പരിപൂർണമായ സലാമും സലാത്തും നൽകണം. എങ്ങനെയുള്ള മുഹമ്മദ് നബിയാണ്? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അതാ കെട്ടുകൾ അഴിഞ്ഞു പോകുന്നതാണ്. ഏത് പ്രശ്നം കെട്ടിക്കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും അത് അഴിഞ്ഞു പോകുന്നതാണ്. പ്രയാസങ്ങൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന വിടവുണ്ടാകുന്നതാണ്. പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നതാണ്.
വതുഖ്ളാ ബിഹിൽ ഹവായിജു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. വാസ്തവത്തിൽ ദുനിയാവിലുള്ള ആവശ്യങ്ങളും ആഖിറത്തിലുള്ള ആവശ്യവും ഒക്കെ പൂർത്തീകരിക്കപ്പെടാൻ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതിന് 100 തെളിവുകൾ കാണാം. ഇൻഷാ അല്ലാഹ് അത് മൗലവിയെ കൊണ്ട് തന്നെ ഞാൻ സമ്മതിപ്പിച്ച് ഏത്തയിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതിന്റെ തെളിവുകളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിം. ആഗ്രഹിക്കപ്പെടുന്ന വിഷയങ്ങൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലഭിക്കും. ഏറ്റവും ആഗ്രഹിക്കുന്നതാണ് അള്ളാഹുവിനെ കാണുക, സ്വർഗത്തിൽ കടക്കുക. അതിനൊക്കെ അള്ളാഹു നിശ്ചയിച്ച കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്ത് കൊണ്ട്, നബി തങ്ങളുടെ മുഖം കൊണ്ട്, ശരീരം കൊണ്ട് മഴ തേടപ്പെടും. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന മഴ തേടപ്പെടും. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. എണ്ണവും കണക്കുമില്ലാതെ നിന്റെ മാലൂമായ വസ്തുക്കളുടെ എണ്ണമനുസരിച്ചതവാ എത്രയെന്ന് പറയാൻ പറ്റാത്ത വിധം പരിധിയില്ലാതെ അല്ലാഹുവേ നീ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓരോ നിമിഷത്തിലും ഓരോ സമയത്തും നീ മഹത്തായ ഗുണം ചെയ്യണേ എന്ന് പറയുന്ന സ്വലാത്ത്. അവസാനം ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് നന്മ ലഭിക്കുന്നതും വിജയം കൈവരിക്കുന്നതും എന്ന് പറയുന്ന സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുന്നതിനാൽ ഈ സ്വലാത്ത് നരകത്തിൽ കിടക്കുന്ന സ്വലാത്ത് എന്നാണ് മൗലവി പറഞ്ഞത്. അപ്പൊ 2 കാരണമാണ്. ഒന്ന്, നബിയെ പുകഴ്ത്തുന്നു. മറ്റൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്ന ഈ സ്വലാത്ത് മൗലവിമാർ പറയുന്ന 7 സ്വലാത്തിന്റെ പുറത്താണ്. ഇത് നബിയെ പുകഴ്ത്തി പറയാൻ പാടില്ല സലാത്തിന്റെ കൂടെ. ഒന്ന്. രണ്ടാമത്തത് 7 വാചകം കൊണ്ടല്ല സലാത്തില്ലാൻ പാടില്ല. ഈ 2 വാദമാണ് നാരിയത്ത് സലാത്തിനെ എതിർക്കാൻ മൗലവിമാർക്ക് പ്രചോദനം നൽകിയത്. ഇനി ആ 7 രൂപത്തിൽ മാത്രമേ സലാത്ത് പാടുള്ളൂ എന്ന് സലഫി തന്നെ പറയുന്നത് കേട്ടോളൂ. 7ഓളം രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. കേട്ടില്ലേ? അപ്പൊ മൂപ്പര് ബഹ്റൈനിൽ പോയിട്ട് ചോപ്പ് തട്ട വിട്ടിട്ട് പറഞ്ഞതാ. ഒന്ന് 7ഓളം രൂപണ്ട്, അതേ പറ്റുള്ളൂ. സയ്യിദിനുണ്ടാകാനും പാടില്ല. കാരണം സയ്യിദിനാകും നമ്മളെ നേതാവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറയലായി പോലോ, അതുണ്ടാകാൻ പാടില്ല. പിന്നെ 7ഓളം രൂപ അതില്ലാത്ത വേറൊരു സ്വലാത്ത് എല്ലാം പാടില്ല. ആളമുസ്സലാത്തും നാരിയ സ്വലാത്തൊന്നും പറ്റൂല. സ്വലാത്തുൽ കമാലിയ ചൊല്ലിക്കോ, നാരിയ സ്വലാത്ത് ചൊല്ലിക്കോ, താജു സ്വലാത്ത് ചൊല്ലിക്കോ, മറ്റേതെങ്കിലും പേരിലുള്ള ആളമുസ്സലാത്ത് ചൊല്ലിക്കോ എന്നാണെന്നോ മുത്ത റസൂൽ പറഞ്ഞത്? ആണോ? പിന്നെ മൂപ്പരി ഇവിടുന്ന് അങ്ങ് വിട്ടാലേ ഈ ചോപ്പ് തട്ടം, ഒരു തട്ടം, ഒരു തൊപ്പി ഒക്കെ ഉണ്ടാവും. അത് ഞാൻ നാദാപുരത്ത് പറഞ്ഞിരുന്നു, ഇത് അവിടെ ചെപ്പോ അമ്മായി ആയതാണ്. അതിന് മൂപ്പര് പറഞ്ഞെന്താന്ന് ചോദിച്ചാല്, ഓരോ പ്രദേശത്തെത്തുമ്പോ അവിടുത്തെ ഭൂരിപക്ഷത്തിനനുസരിച്ച് അങ്ങ് ചെയ്യാന്നല്ലാണ്ട് എന്താണ് ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഓരോ പ്രദേശത്തെത്തുമ്പോ ആ നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾക്കിടയിൽ സ്വീകാര്യമായ അവർക്ക് ഇഷ്ടമുള്ള ഒരു വേഷം ധരിക്കുക, ആ നിലക്കാണ് അതൊക്കെ. അതല്ലാതെ ഒരു സുന്നത്ത് എന്ന നിലക്കോ അല്ലെങ്കിൽ ഒരു കാപ്പറ്റ്യം എന്ന നിലക്കോ ഒന്നും ആരും ചെയ്യാറില്ല. ഓരോ പ്രദേശത്തെത്തുമ്പോ ആ സ്ഥലത്തെ ഭൂരിപക്ഷത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. മൗലവി നല്ല രസം ഉണ്ടാവും. അമേരിക്കയിൽ പോയി ആ തുണിയും കഴിച്ചാളിയോ, കാരണം അവിടെ ട്രൗസർ കൊടുത്തിട്ടാണ്ടാവില്ല. അടുത്ത ഭൂരിപക്ഷം അങ്ങനെയാണ്. അമേരിക്കയിൽ ബ്രിട്ടനിലൊക്കെ ട്രൗസർ കൊടുത്തിട്ടാണ് മനുഷ്യന്മാർ പല ഇപ്പോൾ കാണാൻ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ എയർപോർട്ടിലൊക്കെ ട്രൗസർ കൊടുത്തിട്ട്. അപ്പൊ മൂപ്പരെന്താ ചെയ്യാച്ചാൽ അവിടെ എത്തിയാൽ അവിടുത്തെ ഭൂരിപക്ഷം അനുസരിച്ച് തുണിയും കഴിച്ചാലും. അതാണ് മൂപ്പര് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണം. അപ്പൊ 7 രൂപയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇവരെ കൊണ്ട് ഏത്തടിക്കുന്നത് നോക്കിക്കൊള്ളി.
AP അബ്ദുൽ ഖാദിർ മൗലവി തന്നെ 8ാമത്തെ സലാത്തിൽ നിന്ന് കേട്ടോളി, അതൊന്ന് വെച്ചു കൊടുത്താട്ടെ. AP-ന്റെ കുണ്ടോട്ടി സലാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അത് ഏത് സലാത്തിൽ പെട്ടതാണോ? അല്ല. അപ്പൊ 8ാമത്തെ സലാത്ത് AP അബ്ദുൽ ഖാദിർ മൗലവി കൊണ്ട് തന്നെ ചൊല്ലിച്ചു. ഇനി സക്കരിയ സലാഹിനെ കൊണ്ട് ചൊല്ലിക്കുന്ന കേട്ടോളി 8ാമത്തെ സലാത്ത്. വസല്ലല്ലാഹു അലാ നബിയിന മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പൊ സക്കരിയ സലാഹി 8ാമത്തെ സലാത്ത് ചൊല്ലി. ഇനി അവളെ സെൽഫി ഉണ്ടല്ലോ, ഹുസൈൻ സെൽഫി, മൂപ്പരെ കൊണ്ടൊരു 8ാമത്തെ സലാത്ത് ചൊല്ലിക്ക. സെൽഫിന്റെ സലാത്ത് എടുത്തേ. وصلى الله على خير خلقه نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. അപ്പൊ 8ാമത്തെ സലാത്ത് സെൽഫി ചൊല്ലി. മൂപ്പരെന്തായാലും പറഞ്ഞ ബഹ്റൈനിന്ന് 7ഓളം രൂപത്തിൽ സലാത്തുണ്ട്. അതേതും പറ്റും, വേറൊന്നും പറ്റൂല. ഇനിയൊന്നും കേൾക്കണോ? സയ്യിദിനെ പറ്റൂല. എന്നാ സയ്യിദിനെ കണ്ടോളി. മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്തു വൽ കറാമ എന്ന ഈ പുസ്തകം അവരെ ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചതാ. KM മൗലവി എഴുതിയതാ. KM മൗലവി മരിച്ചു പോയിട്ടുണ്ടെങ്കിലും സലാത്ത് നമ്മൾ ചെല്ലിക്കുക. വെച്ചു കൊടുത്താൽ എന്താ ഉള്ളത്? വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫുൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇപ്പൊ സയ്യിദിനെയും വന്നു. ഇവരെന്തിനാണ്? അൽ മുർഷിദിനുണ്ട് ഇതുപോലെ തന്നെ സയ്യിദിന അവരെ പത്രത്തിൽ ഇതുപോലെ കുറെ സലാത്തുകൾ ഇവരെ നേതാക്കന്മാര് ചൊല്ലിയ സലാത്ത് 7ന്റെ പുറത്തുള്ളത്. ഞാന് കരുനാഗപ്പള്ളി പ്രസംഗത്തിൽ പറഞ്ഞത് അതിന്റെ CD-യിൽ കേൾക്കാം. അതിനെ സംബന്ധിച്ച് കാമ എന്ന് മൗലവി ഇതുവരെയായി നാദാപുരത്ത് വന്ന് പ്രസംഗിച്ചിട്ടും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ടും ഒരു മൗലവിയും ഇതുവരെ മിണ്ടിയിട്ടില്ല. ബഹ്റൈനിൽ പോയിട്ട് ഒരു വിവരമില്ലാത്ത മുജാഹിദീങ്ങളെ പള്ളിയിൽ ഇരുത്തിയിട്ട് ചുവപ്പ് തത്വമിട്ട് പച്ചക്കള്ളം പറഞ്ഞ് സലാത്ത് മുടക്കാൻ വേണ്ടി പ്രസംഗിച്ചിട്ട് അതിനെതിരെ വ്യക്തമായ തെളിവുകൾ മൗലവിമാര് തന്നെ ചൊല്ലിയ സലാത്ത്, അവരെഴുതിയ സലാത്ത് എടുത്ത് കാണിച്ചിട്ട് ഇന്ന് വരെ സലഫി മിണ്ടിയിട്ടില്ല. സലഫി ആൺകുട്ടിയാണ് എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അതിന് സാധാ ഞാൻ ശേഷം കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ആൺകുട്ടിയോ പെൺകുട്ടിയോ നമുക്ക് മനസ്സിലാവും. ആൺകുട്ടിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സലാത്തുകൾക്ക് മറുപടി പറയുന്നില്ല? അയാൾ എന്നെ വലിയ സലാത്തായി നമ്മൾ കേൾപ്പിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സലാത്തിനോടുള്ള അങ്ങേയറ്റത്തെ വിരോധം? കാരണം സലാത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കലാണ് എന്ന് പറഞ്ഞല്ലോ. ഈ ബഹുമാനമാണല്ലോ പിടിക്കാത്തത്. അതുകൊണ്ട് സലാത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആളുകൾ, മുസ്ലിമീങ്ങൾ, മോമിനീങ്ങൾ സലാത്ത് ചൊല്ലണ്ടാന്ന് മൗലവിമാരി എത്ര തന്നെ പറഞ്ഞാലും മുസ്ലിമീങ്ങൾ ഈമാനുള്ളവർ സലാത്ത് ചൊല്ലാതിരിക്കൂല, സലാത്തിന്റെ സദസ്സിൽ പോകാതിരിക്കൂല, സലാത്തിനെ അവർ കൈയൊഴിക്കൂല. കാരണം അവരുടെ മനസ്സിലത്രയും സ്നേഹിക്കുന്ന, അത്രയും ആദരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് മുടക്കാൻ ഏത് മൗലവി വന്നാലും നടക്കൂല എന്ന് കണ്ടപ്പോ മൗലവിമാരെടുത്ത വിദ്യ കേൾക്കണോ നിങ്ങൾക്ക്? അതാ ഇനി പറയാൻ പോകുന്നത് കേട്ടോളൂ. സുഹൈർ ചുങ്കത്തറ മൂപ്പരാണ് നിക്കാഹ് ഇല്ലാതെ പെൺകുട്ടികളെ കൂട്ടിപ്പോവാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് പറഞ്ഞ മൗലവി അല്ലേ? എന്നെ നിങ്ങൾക്ക് ഞാൻ തന്നു എന്ന് ഓരോ പെൺകുട്ടിക്കും പറയാൻ അവകാശം വേണമെന്ന് തന്നെ മൗലവിയാണ്. ആ മൗലവി സലാത്തിന് അർത്ഥം മാറ്റി, സലാത്തിന്റെ ഉദ്ദേശം മാറ്റി. എന്നിട്ട് മൂപ്പര് സമർത്ഥിക്കുന്നത് അൽമനാറിൽ മുജാഹിദിന്റെ മുഖപത്രത്തിൽ എന്താ സമർത്ഥിക്കുന്നത് അറിയോ? നിങ്ങൾ ഈ സലാത്തി എല്ലാം പോന്നു, സലാത്ത് എന്ന് പറഞ്ഞ് പാട്ടുപാടുന്നു. എന്നാല് ഒരു സലാത്ത് ചെല്ലുകയാണെങ്കിൽ എത്ര പ്രാവശ്യം നമ്മക്ക് വേണ്ടി ദ്വാരക്കണോന്നറിയോ? നബിക്ക് വേണ്ടി ദ്വാരക്കാൻ പോന്ന് മൂപ്പര് നബിക്ക് വേണ്ടി ദ്വാരക്കലാക്കി സലാത്ത്. എന്നിട്ട് പറയാം അതിനേക്കാളെല്ലാം ദ്വാരക്കേണ്ടി നമ്മക്ക് എന്നല്ലേ നാ മൂപ്പര് സമർത്ഥിക്കുന്നു. അതൊന്ന് കേട്ടോളി. അയാളെ സമർത്ഥന അയാൾ എന്ത് ചെയ്തു? ആദ്യം സലാത്തിന്റെ അർത്ഥം മാറ്റി.
എന്താ സലാത്തിന് മുമ്പ് വെച്ച അർത്ഥം കേട്ടോളി. നിങ്ങൾ അദ്ദേഹത്തിനു രക്ഷയ്ക്കു പ്രാർത്ഥിക്കുക, ബ്രാക്കറ്റിൽ സലാത്ത്, സമാധാനത്തിന് പ്രാർത്ഥിക്കുക സലാം എന്ന കൽപ്പന വന്നപ്പോൾ നമ്മൾ ആരും ജീവിച്ചിരിപ്പില്ല. മൂപ്പര് പറയാം. അപ്പൊ സലാത്തിന് എന്താ അർത്ഥം? നിങ്ങൾ അദ്ദേഹത്തിന് രക്ഷയ്ക്ക് പ്രാർത്ഥിക്കുക. സല്ലു എന്ന് പറഞ്ഞാല് രക്ഷയ്ക്ക് പ്രാർത്ഥിക്കുക. മൗലവിമാരർത്ഥാൻ. എന്നിട്ട് മൂപ്പര് അതിനെപ്പറ്റി എന്ത് പറഞ്ഞോടിയോ? നബി രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശുപാർശ പറയലാണ് സലാത്ത്. എങ്ങനെ? നേരെ തിരിച്ച് മൗലവിമാര് ശുപാർശ ചെയ്യായിരിക്കും നബിക്ക്. അത് കേട്ടോളി. ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നു, സലാം വെറും പറച്ചലല്ല, മുദ്രാവാക്യമല്ല, അള്ളാഹുവോടുള്ള അടിമയുടെ ശുപാർശ പ്രാർത്ഥനയാണ്. അപ്പൊ സലാം പറയലും സലാത്തിലൊക്കെ എന്താണ്? അള്ളാഹുവോടുള്ള അടിമയുടെ ശുപാർശ പ്രാർത്ഥന, നബിക്ക് വേണ്ടിയുള്ള ശുപാർശ പ്രാർത്ഥന. അത് പിന്നെ അയാൾ വിശദീകരിക്കുന്നുണ്ട്. അത് വിശദീകരിക്കുന്ന കേട്ടോളി. ഇങ്ങനെയുള്ള റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത്? അപ്പൊ നബിക്ക് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മൾ, അപ്പൊ നബിക്ക് അങ്ങോട്ടാ ശുപാർശ. നമ്മൾ ഇതുവരെ പഠിച്ച എന്താ? ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് ശഫാഅത്ത് ചെയ്യും, ശുപാർശ ചെയ്യുന്ന. മൗലവിമാര് കണ്ടങ്ങനല്ല. നബിക്ക് വേണ്ടി മൗലവിമാർ അങ്ങോട്ട് ശുപാർശ ചെയ്യുന്ന മൗലവിമാരെ കണ്ടുപിടുത്തം. ഇത് അൽമനാറ്. ഞാൻ ഈ അൽമനാറിന്റെ അവസാന ഭാഗം ഞാൻ നാദാപുരത്ത് വെച്ച് വായിച്ച് കേൾപ്പിച്ചിരുന്നു. കാരണം ആകത്തുക പറഞ്ഞ് വിശദീകരിച്ചിട്ട് അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്. അതാണ് അതിന്റെ ആകത്തുക. ഈ ആകത്തുക ഞാൻ വായിച്ചിരുന്നു. അത് വായിച്ചപ്പോ മൗലവി പറഞ്ഞു, പേരോട് അവസാനത്തുനിന്ന് മാത്രം വായിക്കാണ്, അപ്പുറം വായിക്കാതെ. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കണോന്ന് ചോദിച്ചു മൗലവിന്റെ ഒരു വായിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരും. ആ വായന അയാൾ എത്ര സ്ഥലത്താ കാട്ട് വായിക്കുമ്പത്തിന് കാട്ട്. എന്നാലേ അതെന്താ അവസാനം പറഞ്ഞത്? റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. സലാത്ത് ചൊല്ലുമ്പോൾ, സലാത്ത് വാർഷികം ആഘോഷിക്കുമ്പോൾ, പാട്ടും കുത്തും കേൾക്കുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിരുത്താൻ ശ്രമിക്കുക. അപ്പൊ റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനാ നമ്മളോട് ആവശ്യപ്പെട്ടത്. അതിനെപ്പറ്റി എന്താ പറഞ്ഞത്? റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മൾ. അപ്പൊ നമ്മൾ ശുപാർശ പറയുന്നവര് ശുപാർശ കിട്ടണ്ടേ നബിക്കും? ഇതാണ് മൗലവിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സംബന്ധിച്ച് അൽമനാറിൽ പറഞ്ഞത്. എന്നാലേ ഈ മൗലവിയെ കൊണ്ട് നാദാപുരത്തുനിന്ന് നമ്മളെ സെലഫി ഉണ്ടല്ലോ, നാദാപുരത്ത് വന്ന സെലഫി, ആ സെലഫിനെ കൊണ്ട് നമ്മള് വ്യക്തമായി പറയിപ്പിക്കുന്നത് കേട്ടോളി. സലാത്തിന്റെ അർത്ഥം അതൊന്ന് വെച്ചുവിട്ടാമനെ. അല്ല തന്നെ പറഞ്ഞതാണല്ലോ, ഓ വിശ്വാസികളെ, നിങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണേ, നിങ്ങൾ സലാമും ചൊല്ലണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞതല്ലേ. അല്ലാഹു റസൂലുള്ളാഹിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു, റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഉന്നതമായ മലമുള്ളയിൽ വെച്ച് റസൂലുള്ളാഹിയുടെ പ്രശംസ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ മലായികത്തുകളും റസൂലുള്ളാഹിയുടെ ഗുണത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായി? സലാത്തും സലാമും ചൊല്ലണോന്ന് അർത്ഥം ബന്ധിച്ചു മൗലവിനെ കൊണ്ട്. അൽമനാറിൽ പറഞ്ഞെന്തായിരുന്നു? അൽമനാറിൽ പറഞ്ഞത് സലാത്ത് പ്രാർത്ഥനയാണെന്ന് വ്യക്തം. ഏതൊരു പ്രശ്നം നബിക്ക് രക്ഷയും അനുഗ്രഹവും കരുണയും ഉണ്ടാകാം എന്നല്ലേ സലാത്ത്. മറ്റൊന്ന് പറഞ്ഞെന്തായിരുന്നു? രക്ഷയ്ക്ക് പ്രാർത്ഥിക്കുക എന്ന് സലാത്തിന് അർത്ഥം വെച്ച. അതൊക്കെ പോയി സലാത്ത് ചൊല്ലണേ, സലാം ചൊല്ലണേ എന്ന് തന്നെ അർത്ഥം വെപ്പിച്ചു. യുസല്ലൂന അലൻ നബി എന്നതിന് മലവുൽ അലയിൽ വെച്ച് പ്രശംസിക്കുക എന്നർത്ഥം മൗലവിനെ കൊണ്ട് അർത്ഥം വെപ്പിച്ചു. ഇതൊന്ന് കേൾക്കണോ? ഇനി അയാൾ എന്ത് ചെയ്തു അറിയോ? സലാത്ത് മുടക്കാൻ വേണ്ടി ഒന്നും കുറിച്ച് ഒരു ഹെഡിങ് കൊടുത്തു, തികഞ്ഞോൻ. ആർക്ക്? നമ്മളിങ്ങനെ നബിക്ക് ശുപാർശ പറയാം, ഞമ്മക്ക് തികഞ്ഞോന്ന് അയാൾ ചോദിക്കുന്നത്. നമ്മക്ക് തികഞ്ഞിട്ടല്ലേ നബിക്ക് ശുപാർശ പറയല്? നമ്മൾ പാപികളല്ലേ? എന്റെ പാപികളായ നമ്മളെങ്ങനെ നബിക്ക് ശുപാർശ ചെയ്യാന്ന? സലാത്ത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറയുന്ന വാചകങ്ങളാ. അതൊന്ന് ശരിക്ക് ഇയാള് പറഞ്ഞത് ശരിക്കും ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അതില് അർത്ഥം മാറ്റി ഒന്നും കൂടി കേട്ടോളി. തികഞ്ഞോ തന്നെ ഹെഡിങ് കൊടുത്തിട്ട് ഇയാൾ അർത്ഥം മാറ്റിയിട്ട് കേട്ടോളെ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
അതിനെന്താ മൂപ്പര് അർത്ഥം അറിയോ? കേട്ടോളി, സലാത്ത് പ്രാർത്ഥനയാണെന്ന് വ്യക്തം. ഇനിയൊരു പ്രശ്നം, നബിക്കു രക്ഷയും അനുഗ്രഹവും കരുണയും ഉണ്ടാകാം എന്നല്ലേ സലാത്ത്? എങ്ങനെ? നബിക്ക് സലാത്ത് എന്താണ്? നബിക്ക് രക്ഷയും അനുഗ്രഹവും കരുണയും ഉണ്ടാകാം എന്നല്ലേ സലാത്ത്? അപ്പൊ ഉണ്ടാകാം സലാത്ത്. നമുക്ക് ഇനി തടസ്സമൊന്നുമില്ല. നബിക്ക് കരുണയും രക്ഷയൊന്നും ഉണ്ടാകുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല, അതിൽ വട്ട. എന്നിട്ട് മൗലവി സലാത്ത് ഇല്ലാതെയാക്കാൻ വേണ്ടി പറയുന്ന വാചകങ്ങളുണ്ട്. എന്താ കേട്ടോളി, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? ലോകത്ത് ഒരാളെ സ്വർഗത്തിൽ പോവുമെങ്കിൽ അത് താനായിരിക്കുമെന്ന് അവിടുന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇത് സാധാരണക്കാർ കേട്ടാ എന്താ മനസ്സിലാക്കുക? ഉറപ്പൊന്നുമില്ല നബിക്കുന്നല്ലേ. സാധാരണക്കാർക്ക് ഏതെങ്കിലും ഖുർആനിലും ഹദീസിലും വന്ന വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ തെറ്റിദ്ധാരണ ഇല്ലാത്ത രൂപത്തിലല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ട് മൂപ്പര് ശേഷം നിന്നിട്ടോടെ സകലതും അവിടുത്തേക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താ വിചാരിക്കുക? സംഗതി ഒരുപാട് തെറ്റെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും അല്ല നബിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നല്ലേ സാധാരണക്കാർ അവിടെയും തെറ്റിദ്ധരിക്കുക. അങ്ങനത്തെ എല്ലാ വാചകങ്ങളും വിശദീകരണം ഇല്ലാതെ കൊടുത്തിട്ട് ഇയാള് പിന്നെ ചോദിക്കുന്നതാണ്, ഇങ്ങനെയുള്ള റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത്? റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത്? പാപികളും പാപങ്ങളും അത്രേനാ. എമ്പാടും അബദ്ധവും അപാകതയും വീഴ്ചയും പോരായ്മയും ആരാധനകൾ വന്നിട്ടുണ്ടാകാം. തിന്മയും തെറ്റും കുറ്റവും ചെയ്തിട്ടുണ്ടാവാം. വിശ്വാസത്തിനും വാക്കിലും നോക്കിലും അരുതായ്മ വരാം. എങ്കിൽ നമുക്ക് തികഞ്ഞോ? നബിക്കിങ്ങനെ ശുപാർശ ചെയ്യണമെങ്കിൽ ഞമ്മക്കിങ്ങ് തികയണ്ടേ? അതുകൊണ്ട് ഞമ്മക്ക് സലാത്ത് ചെല്ലാൻ പറ്റുമോന്നാ മൂപ്പര് ചോദ്യത്തിന്റെ ധ്വനി. എന്ന് കേട്ടോളി. പിന്നെ മൂപ്പര് പറയുന്നത്, റസൂലിന് രക്ഷക്കും സമാധാനത്തിനും വേണ്ടി 100ഉം 1000ഉം സലാത്ത് ഉരുവിടുമ്പോൾ ഈ രംഗത്ത് തികഞ്ഞ ദരിദ്രരായ നാം നമുക്ക് രക്ഷക്കും സമാധാനത്തിനും വേണ്ടി എത്ര 1000 തവണ പ്രാർത്ഥിക്കണം? നമ്മളൊരു 100 സലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ 10,000 നമുക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? കാരണം നമ്മക്കിങ്ങ് തികഞ്ഞോ നബിക്ക് കൊടുക്കാൻ പറയാന്? നബിക്ക് ശുപാർശ പറയണേ നമ്മളിങ്ങ് ഉഷാറാണ്ടേ, നമ്മക്കല്ലേ പ്രാർത്ഥിക്കേണ്ടത്? പിന്നെയും മൂപ്പര് പറയാണ്, ഗൗരവത്തോടെ കാണേണ്ട കാര്യമത്രേ ഇത്. പിന്നെയും ആദ്യമായി നാം രക്ഷപ്പെടണം. നബി രക്ഷപ്പെടണമെങ്കിൽ ആദ്യം എന്താണോ? നമ്മളല്ല നബിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത്. നമ്മൾ രക്ഷപ്പെടാണെങ്കിൽ നബിക്ക് രക്ഷപ്പെടുക. അതിന് മുമ്പ് പറയാം, ആദ്യമായി നാം രക്ഷപ്പെടണം, എങ്കിലേ നമ്മുടെ സലാത്ത് സ്വീകാര്യമാവൂ. രക്ഷപ്പെടാത്തവരുടെ രക്ഷാപ്രാർത്ഥന പാഴ്വേലയാണ്. നമ്മുടെ രക്ഷക്കായി എത്രയും ദുആ ചെയ്യണം. അപ്പൊ നമ്മളെ സലാത്ത് എന്ന് പറഞ്ഞാൽ നബിക്ക് വേണ്ടിയുള്ള ശുപാർശയാണല്ലോ. അത് സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ രക്ഷപ്പെടണ്ടേ? അപ്പൊ നബിക്ക് സലാത്ത് കൊണ്ട് ഗുണം കിട്ടണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണോ രക്ഷപ്പെടാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം പ്രാർത്ഥിക്കണം. അല്ലേ നമ്മുടെ സലാത്ത് കൊണ്ട് ഒരു കാര്യം ഉണ്ടല്ലോ, പഴവേലിയായിരിക്കും. എന്നിട്ട് പിന്നെയും മൂപ്പര് പറഞ്ഞ കേട്ടോളെ, അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. ഇതിനിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഗുണം? നമ്മക്ക് ഒന്നാമതായി നമ്മക്ക്, പിന്നെയോ രണ്ടാമതായി നബിക്കും. അത് കേട്ടോളി, രണ്ടാമതായി നാം ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു അവർക്കുമാണ്. അപ്പൊ നബിക്ക് ശുപാർശ പ്രാർത്ഥനയാണല്ലോ. അപ്പൊ നമ്മക്ക് വേണ്ടി ധാരണ ഒന്നാമത്തെ ഗുണം നമ്മക്ക്. രണ്ടാമത്തെ നമ്മളങ്ങനെ ഉഷാറായിട്ട് നമ്മളെ ശുപാർശ നബിക്ക് വേണ്ടി അള്ളാഹ് സ്വീകരിച്ചാല് അപ്പൊ നബിക്കും ഗുണം കിട്ടിയില്ലേ? രണ്ടാമതായി നമ്മൾ പ്രാർത്ഥിക്കുന്നാക്കും. പിന്നെ മൂപ്പര് പറയുന്നത് റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന. നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. അത് റസൂല് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പോ റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുമുണ്ട്. പക്ഷെ അതിനെന്ത് വേണോ? അതിന് ഫലം കിട്ടണമെങ്കിൽ എല്ലാറ്റിനും നാം രക്ഷപ്പെടുക അനിവാര്യമാണ്. എല്ലാറ്റിനും നാം രക്ഷപ്പെടുക അനിവാര്യമാണ്. നമ്മൾ രക്ഷപ്പെടാണ്ട് സലാത്തിൽ എന്താ കാര്യം? ആദ്യം നമ്മൾ രക്ഷപ്പെട്ടു ഉറപ്പിങ് കിട്ടണം. ആ വിഷയം രക്ഷപ്പെട്ടുവെന്ന് അള്ളാഹു പ്രഖ്യാപിച്ച നമുക്ക് ബോധ്യമുള്ള ആ മഹാനായ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്രയധികം തൽപരരാണ് നാമെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നാം എത്രമാത്രം താല്പര്യം കാണിക്കണം? നബിക്ക് വേണ്ടി ഇത്ര സലാത്തില്ല താല്പര്യമാണെങ്കിൽ നമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര താല്പര്യം കാണിക്കണം നമ്മള്? മൂപ്പര് പിന്നെയും പറയാണ്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. നമ്മളധികവും രോഗമോ ദുഃഖമോ വിഷമമോ വേദനയോ വരുമ്പോഴാണ് മറ്റുള്ളവരോട് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. റസൂലോ റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്.
സലാത്ത് ചൊല്ലുമ്പോൾ, സലാത്ത് വാർഷികം ആഘോഷിക്കുമ്പോൾ, പാട്ടും കുത്തും കേൾക്കുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിരുത്താൻ ശ്രമിക്കുക. ഇതിൽ നിന്നിപ്പോ എന്താ ഒരാൾക്ക് മനസ്സിലാവുക? നമ്മൾ നബിക്ക് പ്രാർത്ഥിക്കുന്ന പാഴ്വേലിയാണ്. അതിന് ഫലം കിട്ടണമെങ്കിൽ ആദ്യം എന്താണ്? നമ്മൾ രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെടാത്ത കാലത്തോളം കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നബിക്ക് വേണ്ടി സലാത്ത് കൂടുതൽ ചൊല്ലുന്നതിനേക്കാൾ നമ്മൾ രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ട് സലാത്ത് ഇല്ലീറ്റേ കാര്യമുള്ളൂ എന്നല്ലേ ഇത് വായിച്ച ഒരാൾക്ക് കിട്ടുക. ഇതാണ് മൗലവിമാര് സലാത്ത് മുടക്കാൻ വേണ്ടി, നബിയെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി അൽമനാറിൽ എഴുതിയ ലേഖനത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഒരൊറ്റ വരി ഒഴിവാക്കാതെ തുടങ്ങിയത് മുതൽ അവസാനം വരെ തികഞ്ഞോ എന്ന ഹെഡിങ്ങിൽ വന്ന ഭാഗമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങൾക്ക് കേൾക്കണോ? നബിക്ക് അങ്ങോട്ട് ശുപാർശയാണ് എന്നാ പറഞ്ഞ അൽമനാർ. നമ്മളെ നബിക്ക് അങ്ങോട്ട് ശുപാർശയാണ് സലാത്ത്. എന്നാ മൗലവിനെ കൊണ്ട് ഏത്ത ഇടിയിച്ചു. തിരിച്ച് നമ്മൾ സലാത്ത് ചൊല്ലിയാ നബിയുടെ ശഫാഅത്ത് കിട്ടും എന്ന് മൗലവിനെ കൊണ്ട് നാളെ അവിടുന്ന് ഏത്തടിച്ചു. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ പൊളിച്ചെഴുത്ത് എന്ന എന്റെ സീഡ് നോക്കിയാൽ കാണാം. ഞാനത് അതിൽ കേൾപ്പിച്ചു. അയാളെ കൊണ്ട് നിങ്ങൾക്ക് ശഫാഅത്ത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പോരിശയെ സംബന്ധിച്ചിടത്തോളം യമൻ റഗിബ്തും ഫീ ശഫാഅത്തി അഹ്മദി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മൗലവി പാടിയതാണ് എത്തുന്നത്. എന്താ പാടിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടണോ, നിങ്ങൾ സലാത്തും സലാമും ചൊല്ലിക്കോ എന്ന് മൗലവി കൊണ്ട് പറയിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊളിച്ചെഴുത്ത് നടത്തിയാണ്, നിങ്ങളെ കൊണ്ട് നാദാവിന് ഏത്ത ഇടിച്ചതാണ് എന്ന് പറഞ്ഞു. അവന് കേട്ടോട്ടെ, ആ പൊളിച്ചെഴുത്തിന്റെ ക്ലിപ്പ് ഒന്ന് വെച്ചുകൊടുത്തവനെ ഞാൻ അവിടുന്ന് പറഞ്ഞത്. റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. സലാത്ത് ചൊല്ലുമ്പോൾ, സലാത്ത് വാർഷികം ആഘോഷിക്കുമ്പോൾ, പാട്ടും കുത്തും കേൾക്കുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ സലാത്ത് ചെല്ലുമ്പോ ഒക്കെ മനസ്സിരുത്തേണ്ടത് എന്താണ്? മുഹമ്മദ് നബിന്റെ രക്ഷക്കാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇതാണ് മുജാഹിദിന്റെ അൽമനാറ് 1999 മാർച്ചിൽ എഴുതി വെച്ചത്. ഈ റസൂലുള്ളാഹിന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നും അതാണ് സലാത്ത് എന്നും പറയുന്ന മുജാഹിദേ, നിങ്ങൾ ഇവിടെ വന്നിട്ട് മൗലവിനെ കൊണ്ട് ഞങ്ങൾ ഏത്തയിടിച്ചു. നാദാപുരത്ത് വന്ന മൗലവി പറയുന്നു, നബിയുടെ ശഫാഅത്തിന് വേണ്ടിയാണ് സലാത്ത്. അതെ, അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ പൊളിച്ചെഴുത്താൻ ഞാൻ കാണിക്കുന്നത്. ഇവിടെ നാദാപുരത്ത് പ്രസംഗിച്ചിട്ട് നമ്മളെ മൗലൈമാര് ഇസ്ലാഹി വസ്ത്രത്തിൽ എന്നെ പരിഹസിക്കാണ്. ഇയാൾ പറയുന്നത് 25 കൊല്ലമായി ഞാൻ മുജാഹിദിനെ പ്രസംഗിക്കുന്നു, എന്നിട്ട് മുജാഹിദിന് എന്താ സംഭവിച്ചതാ ഞാൻ കാണിക്കാൻ പോകുന്നത്. നബിയുടെ പരലോക രക്ഷക്കാണ് സലാത്ത് എന്ന് എഴുതിയ നിങ്ങളെ കൊണ്ട് നാദാപുരത്ത് വെച്ച് പറയിപ്പിച്ചു ശഫാഅത്തിന് വേണ്ടിയാണ്. കേൾക്കട്ടെ. ആ ശഫാഅത്ത് നിനക്ക് കിട്ടണോ, നീ എന്ത് ചെയ്തോ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്ത് ചൊല്ലിക്കോ, നീ സലാമിനെ ചൊല്ലിക്കോ. കണ്ടോ? ശഫാഅത്ത് കിട്ടണമെങ്കിൽ സലാത്ത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മൗലായ മുഴുവനും ചൊല്ലിക്കും നിങ്ങളെ കൊണ്ട്. ഇത് നാദാപുരത്തുനിന്ന് അദ്ദേഹത്തിന്റെ ക്ലിപ്പ് വെച്ച് കേൾപ്പിച്ചതാണ്. അപ്പൊ മൗലവി ഇപ്പൊ എന്താ പറഞ്ഞത്? അൽമനാറിൽ പറഞ്ഞ് നബിക്ക് നമ്മൾ അങ്ങോട്ട് ശുപാർശയാണ് സലാത്ത്. ഇപ്പൊ എന്താ പറഞ്ഞത്? നമുക്ക് ശഫാഅത്ത് കിട്ടണോ, സലാത്തും സലാമും ചൊല്ലിക്കോ. നിങ്ങൾക്കൊരു രസം കേൾക്കണം. ഇടമുട്ടൻ സംവാദം നടത്തും. ആ സംവാദത്തിൽ കാര്യമായ ചോദ്യോത്തരം ഉണ്ടായിരുന്നു. നമ്മളെ കായക്കൊടിക്കാരൻ സാധു ഉണ്ടല്ലോ, കുടുങ്ങിയപ്പോ ഒന്നൂർനാന്ന് പറഞ്ഞ മൗലവി, ഒന്നൂർന്ന മൗലവി അയാള് എന്തുണ്ടായിന്നറിയോ? അയാള് ചോദിച്ചു എന്ത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നതില് ഇസ്തിഗാസ എവിടെയെന്ന്. അപ്പൊ നമ്മള്
ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. സലാമ് സലാത്ത് രണ്ടും തഹിയ്യത്താണ്, കാഴ്ചവെക്കലാണ്. മൗലവിമാര് വിചാരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശുപാർശ നടത്തുന്ന നമ്മുടെ പ്രാർത്ഥനയല്ല, മറിച്ച് സലാമും സലാത്തും കാഴ്ചവെക്കലാണ്. ഖുർആനിൽ തന്നെ സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ റുദ്ദൂഹാദാ, കാഴ്ചവെക്കല. അതുകൊണ്ടാ ഇവർ വിചാരിച്ച പോലെ കേവലം പ്രാർത്ഥനയാ സലാമ്. അങ്ങനെയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് ആമീൻ എന്നല്ലേ പറയുന്നത്? അസ്സലാമു അലൈക്കും ഒരു കേവലം പ്രാർത്ഥനയാണെങ്കിൽ അസ്സലാമു അലൈക്കും ആമീൻ എന്നല്ലേ അപ്പൊ പ്രാർത്ഥിക്കും ആമീൻ അല്ലേ പറയുന്നത്? പക്ഷെ ഈ മൗലവിമാർക്കുണ്ടോ വിവരം? എന്നാൽ അതൊരു കാഴ്ചവെക്കലാണ്. കാഴ്ചവെക്കുമ്പോ മാന്യന്മാർക്ക് കാഴ്ചവെക്കുമ്പോൾ തിരിച്ചും കാഴ്ചവെക്കും. അതുകൊണ്ടാണ് ഇതാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ എന്ന് പറഞ്ഞു. ഈ കാഴ്ചവെക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കാഴ്ചവെക്കുന്നത് എന്തിനാണ്? കാഴ്ചവെക്കല് ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിനാ കാഴ്ചവെക്കുക എന്ന് പറയും. നബിയെ ആദരിക്കുന്ന കാഴ്ചവെക്കലാണ് സ്വലാത്തും സലാമും. അത് ചെയ്യുന്നത് എന്തിനാണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇങ്ങോട്ട് ശഫാഅത്ത്, അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് നമുക്ക് സമാധാനത്തിന് വേണ്ടി അവിടുന്ന് ഇങ്ങോട്ട് പറയുക. അത് വാസ്തവത്തിൽ നമുക്ക് കിട്ടുന്നൊരു ശുപാർശയാണ്. വലിയവർ ചെറിയവർക്ക് ചെയ്യുന്നതിനാ ശുപാർശ എന്ന് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ഒരു ശുപാർശയാണ്. ആ ശുപാർശ നമുക്ക് കിട്ടുക എന്ന ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാമും സലാത്തും ചൊല്ലുന്നത് എന്നത് ഞാൻ അവിടുന്ന് വിശദീകരിച്ചു. അപ്പൊ ശഫാഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയാണ് സലാത്തും സലാമും ചൊല്ലുന്നത് എന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞപ്പോ അത് മൗലവി അംഗീകരിച്ചാൽ അവരുടെ അടിസ്ഥാനം പൊളിയുമെന്ന് മനസ്സിലാക്കി. സത്യം മനസ്സിലായിട്ടും തെളിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞൊന്ന് കേൾപ്പിച്ചു കൊടുത്തവനെ സലാത്തും സലാമും ചെയ്യാൻ കൽപ്പിച്ചു. അത് കാഴ്ചവെക്കലാണ്. അങ്ങോട്ട് കാഴ്ചവെച്ചാൽ ഇങ്ങോട്ടും കാഴ്ചവെക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിക്ക് കാഴ്ചവെക്കുന്നത് ഇങ്ങോട്ട് കാഴ്ചവെക്കാനാണ്. അപ്പൊ നബിയിൽ നമുക്ക് ശഫാഅത്താണത്. ആ ശഫാഅത്തിന് വേണ്ടിയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്നത്. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്നതും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പറയുന്നതും നബിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനാണ്. അതിനെ സഹായം തേടൽ, നബിയിൽ നിന്ന് ശഫാഅത്ത് കിട്ടലാണ് സഹായം തേടൽ. അതാണ് ഞാൻ വായിച്ചത്. അങ്ങനെ ഞാൻ വായിച്ച കിതാബില് ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് അതെ, ഇതന്ന് പറഞ്ഞപ്പോ മൗലവിമാരത് അംഗീകരിച്ച കുടിയില്ലേ, പിന്നെ ഇറങ്ങിപ്പോകുമ്പോ ഒറ്റ അനുയായും കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തെളിയുന്നില്ല നബി അബൂജഹലിന് തെളിയുന്നില്ല എന്ന് പറഞ്ഞ മാതിരി തെളിയുന്നില്ല എന്ന് പറയും. എന്നാ ഇപ്പോഴെന്തായി? നാദാപുരത്ത് ഖണ്ഡനം നടന്നപ്പോ മൗലവിനെ കൊണ്ട് സമ്മതിപ്പിച്ച അങ്ങൾ കേട്ടതെന്ത്? യമൻ റഗിബ്തും ഫീ സബാഅത്തി അഹ്മദി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഹമ്മദ് നബിയുടെ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലിക്കൂ. സ്വലാത്തും സലാമും ചൊല്ലുന്ന എന്തിനാണ്? ഇടമുട്ടത്തുനിന്ന് ഞാൻ പറഞ്ഞത് അതാ നാദാപുരത്ത് വന്ന് ഹുസൈൻ സലഫിനെ കൊണ്ട് ഏത്തയിടിച്ചു. ഹുസൈൻ സലഫി അവിടുന്ന് നാദാപുരത്തിന് സമ്മതിച്ചു. ശഫാഅത്തിന് വേണ്ടിയാണ് സ്വലാത്ത്. ഇതാണ് നാദാപുരം ഖണ്ഡനത്തിന്റെ ഫലം. ഇതാണ് വാദപ്രതിവാദത്തിന്റെ ഫലം. അത് നമ്മളെ കായ്ക്കുടിക്കാരൻ പറയുന്നുണ്ട്. എന്ത് ഇങ്ങനെ വാദപ്രതിവാദം നടത്തിനൊക്കെ ഫലം കിട്ടുന്നുണ്ട് എന്നയാൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോളി. ഇല്ല, നടന്നല്ലോ. നടന്നതിന്റെ ഫലവും പല പ്രദേശങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതെ, നടന്നതിന്റെ ഫലവും പല പ്രദേശത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. വളരെ ശരിയാണ്. നാദാപുരത്ത് ഫലം കണ്ടിട്ടുണ്ട്. അത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മൂപ്പരൊന്നും കൂടി പറയും. മൂപ്പര് പറയുന്നേ, ഞാൻ നാദാപുരത്ത് പറഞ്ഞാൽ മൂപ്പര് പുതിയ പ്രസംഗത്തിൽ പറയാം. ഞാൻ നാദാപുരത്ത് പറഞ്ഞാളിഞ്ഞു എന്ത് മൗലവി ശഫാഅത്ത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാളിഞ്ഞു. സമ്മതിച്ച എല്ലാവരും കണ്ടല്ലേ? അതൊന്ന് വെച്ചോട്ടെ. അദ്ദേഹം പറയുന്നൊരു കാര്യം അതാ, മുജാഹിദുകൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വലാത്ത് ചൊല്ലിയാൽ അതാ ശഫാഅത്ത് നമുക്ക് ലഭിക്കും എന്ന് സമ്മതിച്ചിരിക്കുന്നു. ശഫാഅത്തിനെ നിഷേധിച്ചവരിതാ ഇപ്പൊ ശഫാഅത്ത് അംഗീകരിക്കുന്നു. അതെ, ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്നാ മൂപ്പർ പറയുന്നത്. ശരിയാണ്. ഇവരെന്തായാലും അൽമലാറിൽ എഴുതിയത് നബിക്ക് അങ്ങോട്ടുള്ള ശഫാഅത്താണ്. ഇങ്ങനെയുള്ള റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി വെച്ച് നബിക്ക് അങ്ങോട്ടുള്ള ശുപാർശയാണ് സലാത്ത് എന്ന് പറഞ്ഞവരെ കൊണ്ട് നമ്മൾ സലാത്ത് ചെല്ലുന്ന ശഫാഅത്ത് ഇങ്ങോട്ട് കിട്ടാനാണ് സമ്മതിപ്പിച്ചു
ഇനി അത് മൗലവി എന്നൊന്ന് വായിക്കട്ടോ. എന്ത്? നബിയുടെ രക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശുപാർശയാണ് സലാത്ത് എന്ന അൽമനാറിന്റെ വാചകം മൗലവിനെ കൊണ്ടില്ലെന്ന് വായിപ്പിച്ചാളാ. ഇങ്ങനെയുള്ള റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത്? പാപികളും പാപങ്ങളും അത്രയേ. അപ്പൊ അൽമനാറിൽ എന്താ ഉള്ളത്? ഞാൻ വായിച്ചതിൽ കളവാ. അൽമനാറിൽ എന്താ ഉള്ളത്? ഇങ്ങനെയുള്ള റസൂലിന് രക്ഷക്കും ഗുണത്തിനും രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ശുപാർശയാണ് അൽമനാറിലുള്ളത്. അത് അയാളെ നാവുകൊണ്ടിനെ വായിപ്പിച്ചതാ ഇപ്പൊ കേട്ടത്. ഇനി മൂപ്പര് ഈ അൽമനാറിലെ വാചകം ഞാൻ വായിച്ചിട്ട് പ്രസംഗിച്ചതിനെ ഗണ്ണിക്കുന്ന ഒരു വാചകൻ. ആ ഗണ്ണിക്കുന്ന വാചകത്തിൽ മൂപ്പര് പറയാ, അവസാനം മുറിച്ചെടുത്തിട്ടാ തെറ്റിദ്ധരിപ്പിക്കുന്നത്, അത് നിങ്ങൾക്ക് കേൾക്കണോ അൽമനാറിൽ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മൂപ്പരുണ്ട് അതൊന്ന് വായിക്കുന്നേ. അത് വായിക്കുന്നത് നിങ്ങളൊന്ന് ശരിക്ക് കണ്ടോളി. ഞാൻ സ്ക്രീനിലങ്ങ് വെച്ച് തരാം. അൽമനാറ് വായിക്കുമ്പോ എത്ര സ്ഥലത്താ കക്കുന്നത്, കട്ടത് എത്ര സ്ഥലത്താണ് എന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലായിക്കോളി. നിങ്ങൾക്ക് അപ്പൊ കാണാൻ സാധിക്കും മൂപ്പര് തികഞ്ഞോ എന്ന് പറഞ്ഞ അധ്യായത്തിൽ നിന്ന് തുടങ്ങി വായിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ 5 വരി കട്ടു, ശേഷം 10 വരി വായിച്ചു, 15 വരി കട്ടു, 7 വരി വായിച്ചു, 3 വരി കട്ടു, 4 വരി വായിച്ചു, 15 വരി കട്ടു, 4 വരി വായിച്ചു, 5 വരി കട്ടു. അങ്ങനെയാ വായിക്കുന്നത്. ആ ഒന്ന് ശരിക്കും നോക്കോളി. വായിക്കുമ്പോ കക്കുന്നത് ശരിക്ക് കാണാം. എന്നിട്ട് ആരാ വെട്ടിമുറിച്ചത്, ആരാ കട്ടത് എന്ന് ശരിക്കൊന്ന് നോക്കോളി. അതിന് തന്നെയാണ് സലാത്തിന്റെ ഗുണങ്ങളും സലഫിയുടെ നുണകളും. ശരിക്കൊന്ന് കണ്ടോളി. ഒന്ന് വെച്ചു കൊടുത്താൽ അവനെ മൗലവിന്റെ വായന ഒന്ന് വെച്ചു കൊടുക്ക്. അതോടുകൂടി ആ അൽമനാർ ഒന്ന് വെച്ചു കൊടുക്കും. നിലക്ക് എന്ന് കള്ളം പറയുകയല്ലേ. എന്നിട്ട് അവര് പറയുന്നത് എന്താണെന്നോ, അൽമനാറിലുണ്ട് പോലും എന്താ അൽമനാറിൽ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത് എന്ന് ഒരു ലേഖനത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ചിരിക്കുകയാണ്. എന്താണ് ആ അൽമനാറിൽ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം. ഈ ലേഖനത്തിന്റെ അവസാനത്തിന്റെ തൊട്ട് മുമ്പ് കാണാം. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകത്ത് ഒരാളെ സ്വർഗത്തിൽ പോവുമെങ്കിൽ അത് താനായിരിക്കുമെന്ന് അവിടുന്ന് അവിടെ തന്നെ ആദ്യ ഭാഗം കേട്ടു. സലാത്തിന്റെ തികഞ്ഞോന്നറിയ ഹെഡിയാണത്. അതിനെ പറഞ്ഞെങ്ങനെയാ അറിയോ? അതിന്റെ ആദ്യത്തിൽ കാണാം, അവസാനത്തിന്റെ മുന്നിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ ആദ്യം തന്നെ ഇത് തികഞ്ഞോ എന്ന ഹെഡിങ്ങിലുള്ളതാ വായിക്കുന്നത്. അതിന്റെ ആദ്യത്തെ 5 വരി കട്ട്. അതായത് 5 വരി സലാത്ത് പ്രാർത്ഥനയാണെന്ന് വ്യക്തം. ഇനിയൊരു പ്രശ്നം, നബിക്കു രക്ഷയും അനുഗ്രഹവും കരുണയും ഉണ്ടാകാം എന്നല്ലേ സലാത്ത്. അത് വായിച്ചാൽ ആൾക്കാർക്കൊന്നും അങ്ങനെയല്ലല്ലോ സലാത്ത് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ. അപ്പൊ അത് മൂപ്പർ ആദ്യം 5 വരി കട്ട്. ഉദ്ഘാടനം തന്നെ കട്ടിട്ടാ. അപ്പൊ 5 വരി അവിടെ കട്ട്. ആ 5 വരി കട്ടതിന്റെ ശേഷം കുറച്ച് അയാൾ വായിക്കാണ്. ആ വായിക്കുന്ന 10 വരിയാണ് നിങ്ങൾ കേൾക്കുന്നത്. അത് ശരിക്കും നോക്കിയാൽ കാണാം കട്ടതും അയാൾ വായിക്കുന്നു. ഒന്ന് വെച്ചിട്ടാണ് അത് ഇങ്ങോട്ട് കട്ട് വായിക്കാൻ. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകത്ത് ഒരാളെ സ്വർഗത്തിൽ പോവുമെങ്കിൽ അത് താനായിരിക്കുമെന്ന് അവിടുന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. സകലതും അവിടുത്തേക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത്? പാപികളും പാപങ്ങളും അത്രേ നാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. ആദ്യമായി നാം രക്ഷപ്പെടണം, എങ്കിലേ നമ്മുടെ സ്വലാത്ത് സ്വീകാര്യമാവൂ. രക്ഷപ്പെടാത്തവരുടെ രക്ഷാപ്രാർത്ഥന പാഴ്വേലയാണ്. നമ്മുടെ രക്ഷക്കായി എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. പിന്നെയോ റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുമുണ്ട് എന്നിങ്ങനെ അൽമനാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലത്തെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടാ തെറ്റിദ്ധരിപ്പിച്ചത്. നബിക്ക് പരലോകരക്ഷൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. ഇനി ഇവർ ചോദിച്ചിട്ട് വേണം പോലും എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എത്ര സ്ഥലത്താ മൂപ്പര് കട്ട്. എന്നിട്ട് ഞാൻ നേരത്തെ എനിക്ക് വായിച്ചു കേൾപ്പിച്ചാണ്. ഈ കട്ടിട്ട് മൂപ്പര് അവസാനം ഒരു ചോദ്യം, എന്തിനാ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അത് മൂപ്പരോട് തന്നെയായി ചോദിക്കുന്നത്. എന്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നത്? മൂപ്പരോട് തന്നെയാ ചോദിക്കുന്നത്. എന്നാ നിങ്ങൾക്ക് അതിൽ ഇടയ്ക്ക് ചങ്ങാതി നടത്തിയൊരു ദുർവ്യാഖ്യാനം ശ്രദ്ധിക്കില്ല.
അതറിയോ? അത് നല്ല രസമല്ലേ? അതറിയോ? മൂപ്പരയില് വായിച്ചു. എന്താ വായിച്ചത്? അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, കണ്ട സലാത്ത് എന്നോടുള്ള ഗുണം ഞമ്മക്കാണ് അൽമനാർ തന്നെ ഉണ്ട്. എന്നാ അൽമനാറിലുള്ള എന്താണ്? അൽമനാറിലുള്ളത് നബിക്ക് സലാത്ത് അല്ല വേണ്ടത്, ഞമ്മക്ക് വേണ്ടി ദ്വാരക്കാ വേണ്ടത്. നമ്മക്ക് ദ്വാരനാലുള്ള ഒന്നാമത്തെ ഗുണം ഞമ്മക്കാണ്. ഞമ്മക്ക് വേണ്ടി ദ്വാരനാലുള്ള ഗുണം ഞമ്മക്കാണുള്ളത്. സലാത്തില്ല ഗുണമെന്നല്ല. മൂപ്പരെന്ത് ചെയ്തു? ദ്വാര ചെയ്താനുള്ള ഗുണം ഞമ്മക്കാണ് അൽമനാർ പറഞ്ഞതിനെ പറ്റി മൂപ്പരെ വകയിൽ ഒരു വിശദീകരണം. കണ്ടോ, സലാത്തില്ല ഗുണം ഞമ്മക്കാണ് അൽമനാറിലുണ്ട്. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താൽ ഒന്നുകൂടി എന്നാലേ മനസ്സിലാവുള്ളൂ ആ ദുർവ്യാഖ്യാനം. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. മനസ്സിലായില്ലേ? ഇതാണ് സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന. അന്ത്യനാളാവുമ്പോ കബളിപ്പിക്കുന്ന ഒരു കൂട്ടര് വരും. വായിച്ചതൊന്ന്, പറയുന്നത് മറ്റൊന്ന്. എത്ര വ്യക്താണത്? നമ്മക്ക് വേണ്ടി എന്താ എഴുതിയത്? ആദ്യമായി നാം രക്ഷപ്പെടണം, എങ്കിലേ നമ്മളെ സലാത്ത് സ്വീകാര്യമാവൂ. രക്ഷപ്പെടാത്തവരുടെ രക്ഷാപ്രാർത്ഥന പഴവേലയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിയെന്താ? നമ്മുടെ രക്ഷയ്ക്ക് ആയി എത്രയും എത്രയും ദുആ ചെയ്യണം. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്ക് കാണുന്ന. അതിന് മൂപ്പരെന്ത് ചെയ്തു? അവിടെ മൂപ്പർക്ക് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്തില്ല നമുക്ക് ഗുണം കിട്ടാനാണ്. ആ ആശയം തന്നെയാണ് മുജാഹിദിനുള്ളത് എന്ന് നാദാപുരത്തൊന്ന് വെച്ച് തീർക്കാണ്, എന്നൊരു സുന്നികളെ പറ്റിക്കാൻ വേണ്ടി. അതിന് മൂപ്പരാണ് എന്ത് ചെയ്തു? അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരാ ലമീർ കണ്ടോ, സലാത്തോടുള്ള ഗുണം നമ്മക്കാണ് നൽവനാറിലുണ്ട്. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സലാത്ത് കൊണ്ടുള്ള ഗുണം. ഇത്ര നുണ പറയുന്നൊരു മൗലവി ശേഷം രണ്ടാമതായി നാം ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നോ അവർക്കുമാണ് അത് മൂപ്പര് കട്ടിട്ടുണ്ട്. ആ ഭാഗം മൂപ്പര് കട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അത് നബിക്ക് രണ്ടാമതാ കിട്ടിയ നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാല് നബിക്കും അതിന്റെ ഗുണം കിട്ടും. കാരണം നമ്മളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് നമ്മൾ നന്നായാലും നബിക്ക് നമ്മളെ ശുപാർശ സ്വീകരിക്കപ്പെടുമല്ലോ. ഇത് മൂപ്പര് കട്ടുവെച്ചു. എന്നിട്ട് അതിന്റെ ശേഷം മൂപ്പര് എന്ത് ചെയ്തു? 4 വരി വായിച്ചു. ആ 4 വരി മൂപ്പര് വായിച്ചതോടുകൂടി ആദ്യം വായിച്ച ദുർവ്യാഖ്യാനം ആകെ വെള്ളത്തിലായി. അതൊന്ന് കേട്ടോളി നിങ്ങൾ. അതെന്താണെന്നറിയോ? മൂപ്പര് പറയുന്നത് റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നിട്ടുമുണ്ട്. നേരത്തെ പറഞ്ഞ സലാത്തിനെ പറ്റി അത് പിന്നെ ഇത് പറയേണ്ടിയുണ്ടോ? ഒന്നാമതായി ഗുണം ഞമ്മക്കാണ് എന്ന് പറഞ്ഞ സലാത്തിനെ കുറിച്ചാണെങ്കിൽ സലാത്ത് കൊണ്ട് നമുക്ക് കൂടി ഗുണം കിട്ടുമെന്ന് പറയേണ്ടിയുണ്ടോ? ഒന്നാമതായി ഞമ്മക്കാന്ന് മേലെ വരി പറഞ്ഞില്ലേ, പിന്നെ ഇത് പറയേണ്ടിയുണ്ടോ? അതൊന്ന് വെച്ചു കൊടുത്താ പോലെ. പിന്നെയോ റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഇതിങ്ങനെ അൽമനാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലത്തെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടാ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. നബിക്ക് പരലോക രക്ഷയൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. ഇനി ഇവർ ചോദിച്ചിട്ട് വേണം പോലും. അതിന്റെ അപ്പുറം ഇപ്പുറം മുറിച്ചിട്ടാൻ വായിച്ചു. ഈ അടിയിൽ മാത്രമല്ല, മൂപ്പര് അടിയിലും മുറിച്ചിട്ടും തലയിലും മുറിച്ചു. എന്നിട്ട് പറഞ്ഞതോ റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. ആദ്യം പറഞ്ഞ സലാത്തുള്ള ഒന്നാമത്തെ ഗുണം ഞമ്മക്കാണെന്നാ പറഞ്ഞതെങ്കിൽ പിന്നെ ഇതുകൊണ്ട് നമുക്ക് കൂടി ഗുണം കിട്ടുമെന്ന് പറയേണ്ടിയുണ്ടോ? ആദ്യം പറഞ്ഞ എന്നെ പോലെ. എന്ന് മാത്രമല്ല രണ്ടാമത് പറയേണ്ട ചാൻസ് തന്നെ വരും അവിടെ. പക്ഷെ മൗലവിക്കുണ്ടോ അത് ചിന്തിക്കാനുള്ള ബുദ്ധി. ഇനി പോട്ടെ. അപ്പൊ മൂപ്പര അപ്പറഞ്ഞ് അവിടെ പാളിപ്പോയി. അതുകൊണ്ട് മൗലവി മുജാഹിദീങ്ങളോട് ഞാൻ പറയുന്നേ, നിങ്ങൾ ഈ മൗലവീനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗലവീനോട് ചോദിക്കേ, ആ അൽമനാറിൽ പറഞ്ഞ ആ ലേഖനം സലാത്ത് എന്ന് കേൾക്കുമ്പോൾ ഏറെയും മനസ്സിൽ വരുന്നത് പാട്ടാണ്, അതും മിക്കപ്പോഴും അടുക്കും ചിട്ടയും വ്യാകരണവും ധരിച്ച പാട്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ആ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ മൗലവിക്ക് ധൈര്യമുണ്ടോ?
ഒന്ന്. രണ്ടാമതായി ഞാൻ ചോദിക്കുന്നു, നമുക്കാണ് ഗുണം എന്ന് പറഞ്ഞു, അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ് എന്ന് പറഞ്ഞത് സലാത്തിനെ സംബന്ധിച്ചാണ് എന്ന് മൗലവിക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ദുർവ്യാഖ്യാനം ചെയ്യുന്ന മൗലവിക്ക് അത് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ഈ രണ്ട് കാര്യത്തിന് മറുപടി ഉണ്ടോ എന്ന് മൗലവിമാരോട് മുജാഹിദീങ്ങൾ പോയി ചോദിക്കട്ടെ. ഇനി കേട്ടോളി, മൂപ്പരെന്താ വിചാരിച്ചറിയോ? അൽമനാറിൽ ഈ ലേഖനം വന്നിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാത്തില്ലാതെയാക്കാൻ സർവ്വ ദുർവ്യാഖ്യാനവും സർവ്വ തോന്നിവാസവും എഴുതിയ സുഹൈർ തുങ്കത്തരുടെ ലേഖനം അത് ഞാൻ എടുത്തുദ്ധരിച്ചിട്ട് മറുപടി പറഞ്ഞപ്പോ മൂപ്പര ധാരണ ഇരുമ്പലൊക്കെ വിരിഞ്ഞാൽ ചുക്ക് വെള്ളം കുടിച്ചാൽ അതങ്ങ് ദഹിച്ചു പോകുന്ന, അതിന് മൂപ്പര് ചുക്ക് വെള്ളം കുടിച്ചു നോക്കിയായത്. ഇനി മൂപ്പര് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? മൂപ്പരോട് തന്നെ ആയിരിക്കും ഒന്ന് വെച്ചോട്ടാവാൻ. എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നെ നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി മൂപ്പര് വേറൊരു കാര്യം പറഞ്ഞിട്ട്, രക്ഷ എന്ന് പറഞ്ഞത് ആ പ്രശ്നം അങ്ങനെയാണെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നുള്ളത് നിങ്ങളെ മദ്രസ പുസ്തകത്തിൽ രക്ഷ ഉണ്ടാകട്ടെ കരുണയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതവിടെ വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രക്ഷ കിട്ടാനുള്ള പ്രാർത്ഥന നടത്തുകയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെ ശുപാർശ സ്വീകരിക്കണം, എന്നാലേ നബി രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള നിലക്കാണ് നിങ്ങൾ എഴുതിയത്. നമ്മൾ നബിക്ക് വേണ്ടി ശുപാർശ ചെയ്യാണെന്നാണ് എഴുതിയത്. അവിടെയാണ് പ്രശ്നം. അതിനെപ്പറ്റിയാണ് ഇതുവരെ സംസാരിച്ചത്. ഇനി മൗലവിന്റെ കഥ കേൾക്കണോ? ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ദീർഘമായൊരു സലാത്ത് അവിടുത്തെ റിസാലയുടെ തുടക്കത്തിൽ ചൊല്ലി. ആ സലാത്ത് ഞാൻ നാദാപുരത്തെടുത്ത് വായിച്ചിട്ട് അതിനർത്ഥം പറഞ്ഞിരുന്നു. നാം മൗലവി അതുകൊണ്ട് കളിച്ചൊരു കളിയുണ്ട്, അത് നല്ല രസമുള്ള കളിയാണ്, അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. മൗലവി എന്താ ചെയ്തത് എന്നറിയോ? മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചാദരിച്ചുകൊണ്ട് നീണ്ട ഒരു സലാത്ത് ചൊല്ലി. ആ സലാത്ത് ഞാൻ എടുത്തുദ്ധരിച്ചിരുന്നു. ഇവര് പറഞ്ഞല്ലോ 7 വിധത്തിൽ മാത്രമേ സലാത്ത് ചെല്ലാൻ പാടുള്ളൂ, എന്നാൽ 7ാമത്തെ വിധത്തിലല്ല. നീണ്ട സലാത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലി. ഫസല്ലല്ലാഹു അലാ നബിയിനാ കുല്ലമാ ദക്കറഹു ദാകിറൂൻ വഗഫറ അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ലാ അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീൻ എന്ന് തുടങ്ങുന്ന നീണ്ട സലാത്ത്. ആ സലാത്ത് ഞാൻ നാദാപുരത്തിനടുത്ത് ഉദ്ധരിച്ചിട്ട് മൗലവിയോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. മൗലവി ഉരുണ്ട് മറിയുന്നത് ശരിക്കൊന്ന് കണ്ടോ? മൗലവി പറയുന്നു, ഷാഫി ഇമാമിന്റെ സലാത്തിന് ഒരു കുഴപ്പവുമില്ല. ഓ മൗലവി, ബഹ്റൈനിൽ വെച്ച് ചുവന്ന തട്ടവും ഇട്ടിട്ട് ഫോറിൻ പണവും കയ്യിലാക്കിയിട്ടല്ലേ 7 വിധത്തിൽ സലാത്ത് ചൊല്ലാവൂ എന്ന് നിങ്ങൾ പ്രസംഗിച്ച് ഞാൻ നേരത്തെ കൽപ്പിച്ചില്ലേ? ഇപ്പൊ നാദാപുരത്തുനിന്ന് ഞാൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സലാത്തങ്ങ് കൽപ്പിച്ചപ്പോ മൗലവി പറയുന്നു, ഷാഫി ഇമാം പറഞ്ഞതിന് ഒരു കുഴപ്പവുമില്ല. അതാ അതൊന്ന് കേൾപ്പിക്കൂ, വെച്ചുകൊടുത്താവനെ. فإنه أنقذنا به من الهلكة وجعلنا في خير أمة أخرجت للناس. ഇതങ്ങ് വായിച്ചിട്ട് മൂപ്പര് പറയാണ്, ഷാഫി ഇമാം മുശ്രിക്കാടോ മൗലവി? ഷാഫി ഇമാം തെറ്റുകാരനാടോ മൗലവി? നിങ്ങൾ പറയും പോലെ ഷാഫി ഇമാം ഉദ്ദേശിച്ചിട്ടില്ല. എന്താ ഇതിൽ പറയുന്നതെന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്നഹു നിശ്ചയമായും റബ്ബ് സുബ്ഹാനഹു അൻഖദനാ നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ബിഹി യാ റസൂൽ മുഖേന മിനൽ ഹലകത്തി നാശത്തിൽ നിന്ന്. ഇപ്പെന്തായി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തആല നാശത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അത് മൗലവിയെ കൊണ്ട് ഏത്തടിച്ച് അർത്ഥം വെപ്പിച്ചു. ഷാഫി ഇമാം പറഞ്ഞതിന് കുഴപ്പമില്ല എന്ന് ഇൻഷാ അല്ലാഹ് ഞാനത് വേറെ നിങ്ങൾക്ക് ക്ലിപ്പിൽ ആശ കേൾപ്പിക്കുന്നുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞ പോലെ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അല്ലാണ്ട് എന്താ ഉദ്ദേശിച്ചത്? നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ ഷാഫി ഇമാമിന്റെ സലാത്ത് 7 സലാത്തിന്റെ പുറത്തുള്ളതല്ലേ? 7 പറ്റുള്ളൂ എന്നല്ലേ മൗലവിന്റെ വാദം? 8ാമത്തതല്ലേ? അത് മൂപ്പർ അംഗീകരിച്ചു. ഒന്ന്. 2ാമത്തത്, ആ സലാത്തിൽ എന്താ പറഞ്ഞത്?
وصلى عليه في الأولين والآخرين أفضل وأكثر وأزكى ما صلى على أحد من خلقه وزكانا وإياكم بالصلاة عليه. ആ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നബിക്ക് നമ്മൾ ശുപാർശ ചെയ്യുന്നു എന്ന് മൗലവി പറഞ്ഞതുപോലെ മൗലവിമാർ പറഞ്ഞ പോലെയല്ല, അൽബനാദിൽ പറഞ്ഞ പോലെയല്ല. നബിക്ക് സ്വലാത്ത് ചൊല്ലുന്നതുകൊണ്ട് നിങ്ങളെയും നമ്മളെയും അള്ളാഹ് ശുദ്ധീകരിക്കട്ടെ. നബിക്ക് സ്വലാത്ത് ചൊല്ലുന്നതുകൊണ്ട് നബിയുടെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആരെ ശുദ്ധീകരിച്ചു, ആ നിലക്കുള്ള ശുദ്ധീകരണം നമ്മളെ ശുദ്ധീകരിക്കട്ടെ. വസ്സലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാമും റഹ്മത്തും ബർക്കത്തും ഒക്കെ ആ നബിക്കുണ്ടാകട്ടെ. വജസാഹുല്ലാഹു അന്നാ അഫ്ളല മാ ജസാ മുർസലൻ മിൻ അൻമൻ ഉർസില ഇലൈഹി. ആ നിയോഗിക്കപ്പെട്ട ജനത മുഖേന ജനതയുടെ വകയിൽ ഏതെല്ലാം മുർസലീങ്ങൾക്ക് എന്തെല്ലാം പ്രതിഫലം കിട്ടിയോ അതിലേറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം നബിതങ്ങൾക്ക് അല്ലാഹു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് നാശത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയത്. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു. അതാ ഏത് കെട്ടുകളും നബിതങ്ങൾ മുഖേന അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞ മൗലവിമാരെ, അൻഖദനാ ബിഹി മിനൽ ഹലക, നാശത്തിൽ നബി മുഖേന അല്ലാഹു രക്ഷപ്പെടുത്തി നിങ്ങൾ സമ്മതിച്ചില്ലേ? എന്നിട്ട് മൗലവി ദുർവ്യാഖ്യാനം ചെയ്യുന്നു. എന്താ ദുർവ്യാഖ്യാനമെന്നറിയോ? പരിശുദ്ധ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി നബീനെ അല്ലാഹു പറഞ്ഞയച്ചുകൊണ്ട് ആ നബി പഠിപ്പിച്ച ദീന് വിശ്വസിച്ചതിനാൽ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് അൻഖദനാ ബിഹി മിനൽ ഹലക എന്നതിന്റെ അർത്ഥം. അത് ഏത് കിതാബിലാണ് ആ ഒരർത്ഥം മാത്രമാണ് എന്ന് പറഞ്ഞത്? അത് മൗലവിന്റെ വകയിലുള്ള ദുർവ്യാഖ്യാനല്ലേ? എന്നാ എന്നിട്ട് മൗലവി എടുക്കുന്ന ഒരു പണി കേൾക്കുന്നവർക്ക് മൗലവി ദുർവ്യാഖ്യാനം ചെയ്യാൻ ഷാഫിമാന്റെ സ്വലാത്ത്. ആ ദുർവ്യാഖ്യാനത്തിന് മൂപ്പൻ എന്താ സമർത്ഥിക്കുന്നത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് കൊണ്ടുവന്നപ്പോ ആ ദീന് അംഗീകരിച്ച വകയിൽ ഞമ്മക്ക് കുറെ നിയമത്തൊക്കെ കിട്ടി നമ്മൾ രക്ഷപ്പെട്ട് എന്നാണ് ഷാഫി ഇമാം പറഞ്ഞല്ല. നബിന്റെ ബഹുമാനം കൊണ്ട് രക്ഷപ്പെട്ടതല്ല. ഇത് വരുത്തി തീർക്കാൻ മൗലവി എടുക്കുന്ന ചില കുതന്ത്രങ്ങളുണ്ട്, ദുർവ്യാഖ്യാനം. ആ ദുർവ്യാഖ്യാനത്തിന്റെ രസമൊന്ന് കേട്ടോളീൻ. അതിന് മൂപ്പൻ എന്ത് ചെയ്തു? ഇനിയുണ്ട് മൂപ്പര് വായിക്കുന്നത്. വായിച്ചിട്ട് ഒരു വാചകത്തിന് ഒരു അർത്ഥം പറയുന്നില്ല, തീരെ അർത്ഥം പറഞ്ഞു. എന്താ അർത്ഥം പറയാത്ത? അർത്ഥം പറഞ്ഞാ മൗലവി കുടുങ്ങി അവിടെ അങ്ങ് മുറിഞ്ഞു നക്കൂ. അതാ അർത്ഥം പറയാത്ത. എന്താ അർത്ഥം? എന്താ വിഷയം എന്നറിയോ? പറഞ്ഞുതരാം. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക. ആ നബി മുഖേന നാശത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയെന്ന് അതാദ്യം പറഞ്ഞു വെച്ചു. അത് ദീനുൽ ഇസ്ലാം വിശ്വസിക്കുന്ന വകയിൽ മാത്രം അല്ല, പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മകാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ തങ്ങളുള്ള വകയിൽ തന്നെ അവരെ ശിക്ഷിക്കൂല. ആരെ? മുശ്രിക്കീകൾക്ക് വരെ അല്ലാഹു തആല ശിക്ഷയിൽ നിന്ന് നാശത്തിൽ നിന്ന് ഇവിടെ രക്ഷ കൊടുക്കുന്നതിന്റെ ഒരു കാരണം നബി തങ്ങൾ അവരെ നാട്ടിലുണ്ട് എന്നതാണ്, അല്ലാതെ അവർ വിശ്വസിച്ചത് കൊണ്ടല്ല. അപ്പൊ വിശ്വസിക്കാത്തവർക്കും കൂടി കിട്ടുന്ന റഹ്മത്താണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. റഹ്മത്തുൽ ലിൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത്, റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ്. അതുകൊണ്ട് വിശ്വസിച്ച വകയിൽ മാത്രമുള്ളതല്ല നാശത്തിൽ നിന്നുള്ള രക്ഷ. ഇതുകൊണ്ടാണ് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക, ആ നബി മുഖേനയാണ് നാശത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞതിന്റെ ശേഷം വേറെ തന്നെ പറയുന്നു ദീനുൽ ഇസ്ലാം വിശ്വസിച്ച വകയിൽ നമുക്കുള്ള നിയമത്ത് അത് വേറെ തന്നെ പറയുന്നു. وجعلنا في خير أمة أخرجت للناس داعين بدينه الذي ارتضى. ദീൻ അംഗീകരിച്ച വകയിലുള്ള കാര്യം അത് വേറെ തന്നെ ശേഷം ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ ശേഷം ഒരു വാചകം, അതാ മൗലവി കുടുങ്ങുന്ന വാചകം. എന്താ? വസ്തഫാ ബിഹി മലായികത. വസ്തഫാ ബിഹി മലായികത. ആ മുഹമ്മദ് നബി മുഖേന മലക്കുകൾ അല്ലാഹു തെരഞ്ഞെടുത്തു. മലക്കുകൾ എപ്പണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകളുണ്ട്. ആ മലക്കുകളെ തെരഞ്ഞെടുത്ത് നബി മുഖേനയാണ് എന്ന് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇസ്ലാം മത പ്രബോധനം നടത്തിയിട്ട് ആ പ്രബോധനം സ്വീകരിച്ച വകയിൽ മാത്രമാണോ നബിതങ്ങളെ കൊണ്ടുള്ള ബഹുമാനം, നബിതങ്ങളെ കൊണ്ടുള്ള രക്ഷയും, നബിതങ്ങളെ കൊണ്ടുള്ള മഹത്വവും, നബിതങ്ങൾ മുഖേന കിട്ടുന്ന ഗുണങ്ങളും
അപ്പൊ മലക്കുകൾക്ക് എങ്ങനെ വസ്തഫാബിഹി മലായികത്തഹു എന്ന് പറഞ്ഞതോ ആ മുഹമ്മദ് നബി മുഖേന മലക്കുകളെ അല്ലാഹു തെരഞ്ഞെടുത്തു. അതിന് മൗലവി എന്താ പറയാ? മൗലവിക്ക് അതിന് കാമാന്ന് മിണ്ടാൻ കഴിയൂല. അതുകൊണ്ട് മൗലവി റിസാലയിൽ നിന്ന് സലാത്തിന്റെ വാചകം വായിച്ചിട്ട് അർത്ഥം പറയാതെ അതാ ഒളിച്ചു പോകുന്നത് നോക്കോ, കണ്ടോ, داعين بدينه الذي ارتضى واصطفى به ملائكته ومن أنعم عليه من خلقه എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പിടികൂടുന്ന ഭാഗം ഞാൻ പറയട്ടെ. കണ്ടോ, എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പർ പിടികൂടുന്ന ഭാഗം ഞാൻ പറയട്ടെ. അപ്പൊ അതിന്റെ അർത്ഥത്തെ പോലെ വെക്കാത്ത, അതിന്റെ അർത്ഥം വെച്ചാൽ അതൊക്കെ ഞാൻ അർത്ഥം പറഞ്ഞിട്ടില്ലേ? അതിന്റെ അർത്ഥം വെച്ചാൽ മൗലവിന്റെ മുന്നിൽ നിന്നെ കണ്ണേറിട്ടും മുജാഹിദീകൾ എന്നറിയൂ. അതുകൊണ്ട് മൗലവി എന്റെ അർത്ഥം പറയാതെ പോയതാ. വസ്തഫാബിഹി മലായികത, ആ അർത്ഥം പറ മൗലവി. വസ്തഫാബിഹി മലായിക, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന മലക്കുകളെ അല്ലാഹു തെരഞ്ഞെടുത്തു. വമൻ അൻഅമ അലൈഹി മിൻ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കല്ല എന്ത് ഗുണം കൊടുത്തിട്ടുണ്ടോ ആ ഗുണം കൊടുത്തവരെയൊക്കെ നബി മുഖേന അല്ലാഹു ഗുണം കൊടുത്തു. എന്നിട്ട് ഇനി രസം കേട്ടോ, ഇനി മൗലവിയുടെ ദുർവ്യാഖ്യാനം കേട്ടോടി. ഫലം എന്താ അതിന്റെ അർത്ഥം? നമുക്ക് ഒരനുഗ്രഹവും ഇന്ന അനുഗ്രഹം എന്നില്ല. ഏതൊരനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, ഏതനുഗ്രഹം നമുക്കുണ്ടായിട്ടുണ്ടോ അത് ദീനിൽ നമുക്ക് വിഹിതം കിട്ടുന്ന അനുഗ്രഹമാണെങ്കിലും ദുന്യാവിൽ ഗുണം കിട്ടുന്ന അനുഗ്രഹമാണെങ്കിലും അല്ലെങ്കിൽ ദീനിലോ ദുന്യാവിലോ എന്ത് വിഷമം നമ്മളെ തൊട്ട് തടുക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ എന്ത് പ്രശ്നം തടുക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ആയിട്ടല്ലാതെയല്ല, സബബുഹാ അതിന്റെ കാരണമായിട്ടല്ലാതെയല്ല. ഏത് ഗുണം, അവിടെ ഇന്ന ഗുണമൊന്നുമില്ല, ഏത് ഗുണം കിട്ടുന്നുണ്ട് അതൊക്കെ നബി മുഖേനയാണ്, നബി അതിന്റെ കാരണമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു പറയുന്നു നിഅമത്തുൻ, അതെ അതാണ്. അതിന് നിങ്ങളെ നഫീന്റെ സീഹാക്കില് നെക്കറ വന്നാല് അത് മോമിനാണ് മുത്തലിബ് ഉസ്താദ് പറയാണ്. അസാധു ആ മൗലവി കണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും കിതാബ് ഓതിയിരിക്കുന്നു. ആ സാധു പാവ ഇവിടുന്ന് മെല്ലെ ഷാർജയെ കയറിയിട്ട് ആ നമ്മുടെ അബ്ദുസ്സലാം സുലമീന്റെ കേസറ്റും കേട്ട് മറ്റുള്ള ബുക്കും വായിച്ചിട്ട് കണകണ കണകണ എന്ന് പാടിയതല്ലേ.